നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ സബ്ജക്റ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബിൽഡിംഗ് മെറ്റീരിയൽസ്. അതിൽ തന്നെ സ്റ്റോൺ എന്ന ടോപ്പിക്കാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റോണിൻ്റെ ക്ലാസിഫിക്കേഷൻ, സ്റ്റോണിലുള്ള റോക്കിൻ്റെ ക്ലാസിഫിക്കേഷൻസാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എർത്ത് ക്രസ്റ്റിലെ ഒരു പോർഷനാണ്. അതിനൊരു ഡെഫിനിറ്റ് ഷേപ്പോ സ്ട്രക്ചറോ ഇല്ലാത്തൊരു പോർഷൻ ഓഫ് ദി എർത്ത് ക്രസ്റ്റിനാണ് നമ്മൾ റോക്ക് എന്ന് പറയാം. അതിൽ നിന്ന് ഫോം ചെയ്യുന്ന മിനറൽസ് അടക്കമുള്ള ഒരു നാച്ചുറൽ അല്ലെങ്കിൽ ഒരു ഹാർഡായിട്ടുള്ള സബ്സ്റ്റൻസിനെയാണ് നമ്മൾ സ്റ്റോൺ എന്ന് ഡിഫൈൻ ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ റോക്കിൻ്റെ ക്ലാസിഫിക്കേഷൻസാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് റോക്സിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ജിയോളജിക്കൽ ഫോർമേഷൻ്റെ ബേസിൽ, അതിൻ്റെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ ബേസിൽ, മൂന്നാമത്തത് കെമിക്കൽ കോമ്പോസിഷൻ്റെ ബേസിൽ. ഇങ്ങനെ മൂന്നായിട്ടാണ് റോക്സ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അത് പ്രകാരം വീണ്ടും മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇഗ്നിയസ് റോക്സ്, സെഡിമെൻ്ററി റോക്സ്, അതുപോലെ തന്നെ മെറ്റാമോർഫിക് റോക്ക്. അതിൽ ഇഗ്നിയസ് റോക്സ് എന്ന് പറഞ്ഞാൽ ഇസ് ഫോംഡ് ബൈ ദി കൂളിംഗ് ഓഫ് മാഗ്മ കൂൾ ചെയ്തിട്ടാണ് ഈ ടൈപ്പ് റോക്സ് ഫോം ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മൾ അതിൻ്റെ ഒരു ഡെപ്തൊക്കെ വെച്ചിട്ട് മൂന്നായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് കൂളിംഗ് ഓഫ് മാഗ്മ അറ്റ് കൺസിഡറബിൾ ഡെപ്ത് ഫ്രം എർത്ത് സർഫസ്, അതിനെ നമ്മൾ പ്ലൂട്ടോണിക് റോക്ക് അല്ലെങ്കിൽ ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സ് എന്ന് പറയും. പിന്നല്ലാതെ റിലേറ്റീവ്ലി കൂളിംഗ് ഓഫ് മാഗ്മ അറ്റ് റിലേറ്റീവ്ലി ഷാലോ ഡെപ്ത് ഫ്രം എർത്ത് സർഫസ് ആണെങ്കിൽ അതിനെ നമ്മൾ ഹൈപ്പർബേസൽ റോക്സ് എന്ന് പറയും. ഇനി അതെല്ലാം റോക്സ് ഫോം ഡ്യൂ ടു പ്യൂറിംഗ് ഓഫ് മാഗ്മ അറ്റ് എർത്ത് സർഫസിൽ പ്യൂറിംഗ് ചെയ്തിട്ടുണ്ടാവുന്നതാണെങ്കിൽ നമ്മളതിനെ വോൾക്കാനിക് റോക്ക് അല്ലെങ്കിൽ എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്സ് എന്ന് പറയും. ഇതാണ് ഇഗ്നിയസ് റോക്സും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അതിന് കുറച്ച് എക്സാമ്പിൾസ് ഉണ്ട്. എക്സാമ്പിൾസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾസാണ് കൂടുതലും പ്രീവിയസ് ഇയറിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. അതിൽ എക്സാമ്പിൾസാണ് ഗ്രാനൈറ്റിന് നമ്മൾ പ്ലൂട്ടോണിക് റോക്ക് അല്ലെങ്കിൽ ഇൻട്രൂസീവ് ഇഗ്നിയസ് റോക്സ് ആയിട്ടും അതിന് എക്സാമ്പിളാണ് ഗ്രാനൈറ്റ്. പിന്നെ ഡോളറൈറ്റ് ഹൈപ്പർബേസൽ റോക്സിന് എക്സാമ്പിളാണ് ഡോളറൈറ്റ്. പിന്നെ ബസാൾട്ട് നമുക്ക് എക്സ്ട്രൂസീവ് ഇഗ്നിയസ് റോക്സ് ആണ് ബസാൾട്ട്. പിന്നെ ട്രാപ്പ്. ഇത്രയാണ് ഇഗ്നിയസ് റോക്സിന് എക്സാമ്പിളായിട്ട് വരുന്നത്. അടുത്തത് സെഡിമെൻ്ററി റോക്സ് ആണ്. സെഡിമെൻ്ററി റോക്സ് ഫോം ചെയ്യുന്നത് നമ്മൾ വെതറിങ് കൊണ്ടാണ്. ഡിപ്പോസിഷൻ ഓഫ് പ്രൊഡക്റ്റ് ഓഫ് വെതറിങ് ഓൺ പ്രീ എക്സിസ്റ്റിംഗ് റോക്ക്. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ റോക്കിന് വെതറിങ് സംഭവിച്ചിട്ടാണ് നമുക്ക് സെഡിമെൻ്ററി റോക്സ് ഫോം ചെയ്യുന്നത്. അത് പലതരത്തിലുള്ള വെതറിങ് ചെയ്തതിന് ശേഷം പലതരത്തിലുള്ള ഡെപ്പോസിറ്റ്സ് ഉണ്ടാവാറുണ്ട്. അതിലൊരു കുറച്ച് പോർഷൻസ് ഓഫ് പ്രൊഡക്ട്സ് ഓഫ് വെതറിങ് റിമെയിൻ അറ്റ് ദി സൈറ്റ്. അതേ സൈറ്റിൽ തന്നെ വെതറിങ് ചെയ്ത ആ സൈറ്റിൽ തന്നെ ഉണ്ടാകുന്ന അതിനെയാണ് നമ്മൾ റെസിജ്വൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ ഇൻസോലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാവും. വെതറിങ് കഴിഞ്ഞിട്ട് ഇൻസോലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാവും. ക്യാരിഡ് അവേ ഇൻ സസ്പെൻഷൻ ആൻഡ് വെൻ സച്ച് പ്രൊഡക്ട്സ് ആർ ഡെപ്പോസിറ്റഡ്. അതിനെയാണ് നമ്മൾ സെഡിമെൻ്ററി ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ചിലത് ഫിസിയോ കെമിക്കൽ പ്രോസസ്സ് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ കെമിക്കൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതായത് ഇവാപ്പറേഷൻ, പ്രസിപ്പിറ്റേഷൻ കാരണമെല്ലാം ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനാണ് കെമിക്കൽ ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് പോർഷൻസ് ഓർഗാനിസംസിൻ്റെ
ഒരു ഏജൻസി ആയിട്ട് മീൻസ് ഡെപ്പോസിറ്റ് ചെയ്യും. ഓർഗാനിസം ത്രൂ ദ ഏജൻസി ഓഫ് ഓർഗാനിസം ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഓർഗാനിക് ഡെപ്പോസിറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾസ്, സെഡിമെൻ്ററി റോക്സിൻ്റെ എക്സാമ്പിൾസ് ഗ്രാവൽ, സാൻഡ്സ്റ്റോൺ, ലൈംസ്റ്റോൺ, ജിപ്സം, ലിഗ്നൈറ്റ്, ചോക്ക്, ഡോളമൈറ്റ്, കങ്കാർ. ഇതൊക്കെയാണ് സെഡിമെൻ്ററി റോക്സിന് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. അടുത്തതാണ് മെറ്റാമോർഫിക് റോക്സ്. മെറ്റാമോർഫിക് റോക്ക് ഫോംഡ് ബൈ ദ ചേഞ്ച് ഇൻ ക്യാരക്ടർ ഓഫ് പ്രീ എക്സിസ്റ്റിംഗ് റോക്സ്. അതായത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റോക്സിന് ക്യാരക്ടർ ചേഞ്ച്, അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഹീറ്റ്, പ്രഷർ എല്ലാം കൊണ്ട് അതിന് ചേഞ്ചസ് സംഭവിക്കുന്നത്. അതായത് ഇഗ്നിയസ് അതുപോലെ സെഡിമെൻ്ററി റോക്സിന് ഹീറ്റും പ്രഷറും കൊണ്ട് അതിൻ്റെ ക്യാരക്ടർ ചേഞ്ച് ചെയ്തിട്ടാണ് മെറ്റാമോർഫിക് റോക്ക് ഉണ്ടാവുന്നത്. എക്സാമ്പിൾസാണ് നീസ്, മാർബിൾ, ക്വാർട്സൈറ്റ്, സ്ലേറ്റ്. അതുപോലെ തന്നെ ഈ മെറ്റാമോർഫിക് റോക്സിൻ്റെ അകത്ത് കുറച്ച് ടേംസ് ഉണ്ട്, അതാണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ആ പ്രോസസ് ഓഫ് ചേഞ്ച്, ആ ചേഞ്ചിനാണ് നമ്മളെ മെറ്റാമോർഫിസം എന്ന് പറയുന്നത്. അതിൽ ഹീറ്റാണ് പ്രിഡോമിനൻറ്റ് ഫാക്ടർ എങ്കിൽ അതിനെ തെർമൽ മെറ്റാമോർഫിസം എന്നും, അതിനുള്ള ഡയറക്റ്റ് പ്രഷർ ആണെങ്കിൽ അതിന് കറ്റാക്ലാസ്റ്റിക് മെറ്റാമോർഫിസം എന്നും, അതിന് നല്ല ടെമ്പറേച്ചർ ആൻഡ് ഹീറ്റ് ഇൻ കോമ്പിനേഷൻ സ്ട്രെസ് എമൗണ്ട് ചേഞ്ചസ് ഇൻ റോക്സ് അതായത് ടെമ്പറേച്ചർ ഇൻക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡെപ്ത്, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിന് ഡൈനാമോ തെർമൽ മെറ്റാമോർഫിസം എന്ന് പറയും. ഇനി the metamorphic changes at great depth are brought about by uniform pressure and heat. യൂണിഫോം പ്രഷർ ആൻഡ് ഹീറ്റിലാണെങ്കിൽ പ്ലൂട്ടോണിക് മെറ്റാമോർഫിസം എന്ന് പറയും. ഇത്രയാണ് ടേംസ്. ഇതിൽ കറ്റാക്ലാസിക് മെറ്റാമോർഫിസം പ്രീവിയസ് ഇയർ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി കുറച്ച് നമ്മൾ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റോക്ക് അത് ചേഞ്ച് ചെയ്താവുന്ന മെറ്റാമോർഫിക് ആവുന്നതിൻ്റെ പേരുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഗ്രാനൈറ്റ് മെറ്റാമോർഫിക് ആക്ഷനിലൂടെ ചേഞ്ച് ചെയ്തിട്ടാണ് നീസ് ഉണ്ടാവുന്നത്. അതുപോലെ ലൈംസ്റ്റോൺ മെറ്റാമോർഫിക് ആക്ഷൻ സംഭവിച്ചിട്ടാണ് മാർബിൾ ഉണ്ടാവുന്നത്. സാൻഡ്സ്റ്റോൺ ക്വാർട്സൈറ്റായി മാറുന്നു, ഷെയിൽ സ്ലേറ്റായി മാറുന്നു. ഇനി അടുത്ത ക്ലാസിഫിക്കേഷനാണ് ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ. ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ is based on the physical characteristics. അതിന് നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സ്ട്രാറ്റിഫൈഡ് റോക്സ്, അൺസ്ട്രാറ്റിഫൈഡ് റോക്സ്, ഫോളിയേറ്റഡ് റോക്സ്. അതിൽ സ്ട്രാറ്റിഫൈഡ് റോക്സ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഡിസ്റ്റിങ്ക്റ്റ് ലെയർ നമുക്ക് കാണാൻ പറ്റും. അതിലൂടെ നമുക്ക് റോക്സിനെ ഈസിലി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് സ്ട്രാറ്റിഫൈഡ് റോക്സ്. അതിന് എക്സാമ്പിൾസാണ് സാൻഡ്സ്റ്റോൺ, ലൈംസ്റ്റോൺ, ഷെയിൽ, സ്ലേറ്റ്, മാർബിൾ എക്സെട്ര എല്ലാം. അതുപോലെ അടുത്തത് അൺസ്ട്രാറ്റിഫൈഡ് റോക്സ് ആണ്. അതിനൊരു ലെയർ ഡിസ്റ്റിങ്ക്റ്റായിട്ട് കാണാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ അത് ഈസിലി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. അൺസ്ട്രാറ്റിഫൈഡ് റോക്സ് മെയിനായിട്ടുള്ള എക്സാമ്പിൾ ഗ്രാനൈറ്റ്, ബസാൾട്ടൊക്കെയാണ്. അതായത് നമ്മൾ ഇഗ്നിയസ് റോക്സ് ഓൾമോസ്റ്റ് ഇതിൽ വരുന്നതാണ്. അടുത്തത് ഫോളിയേറ്റഡ് റോക്സ്. ഫോളിയേറ്റഡ് റോക്സ് ഒരു ഡെഫിനിറ്റ് ഡയറക്ഷനിൽ മാത്രം നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന അതിനാണ് ഫോളിയേറ്റഡ് റോക്സ് എന്ന് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദി മെറ്റാമോർഫിക് റോക്കും നമുക്ക് ഫോളിയേറ്റഡ് സ്ട്രക്ചറാണ്. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ബേസ്ഡ് ഓൺ കെമിക്കൽ കോമ്പോസിഷൻ, ബേസ്ഡ് ഓൺ കെമിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ്. മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: അർഗിലേഷ്യസ്, സിലീഷ്യസ്, അതുപോലെ കാൽക്കേരിയസ്. ഇതിലതിൻ്റെ കോൺസ്റ്റൻറ്റും അതുപോലെ തന്നെ എക്സാമ്പിൾസും ഇമ്പോർട്ടൻ്റ് ആണ്. അർഗിലേഷ്യസിൻ്റെ മെയിൻ പ്രിൻസിപ്പലായിട്ടുള്ള കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ക്ലേ ആണ്. അതിന് എക്സാമ്പിൾസ് സ്ലേറ്റ്, ലാറ്ററൈറ്റ്. സിലീഷ്യസ് റോക്സിന് അതിൻ്റെ പ്രിൻസിപ്പൽ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് സിലിക്കയാണ്. അതിന് എക്സാമ്പിൾസ് ബസാൾട്ട്, ഗ്രാനൈറ്റ്, ബസാൾട്ട്, ക്വാർട്സൈറ്റ് ഒക്കെയാണ് സിലീഷ്യസ് റോക്കിന് എക്സാമ്പിൾ.
പിന്നെ കാൽക്കേരിയസിൽ പ്രിൻസിപ്പൽ കോൺസ്റ്റൻ്റ് വന്ന ലൈമാണ്. ലൈം സ്റ്റോൺ, മാർബിൾ ഒക്കെയാണ് അതിൽ എക്സാമ്പിൾസ്. ഇതിലാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് റോക്കിൽ പറയാനുള്ളത്. ഇതിൽ നിന്ന് ഈ ഭാഗത്തു നിന്ന് കൂടുതൽ കുറേ ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഡെഫിനിഷനായിട്ടും അതുപോലെ എക്സാമ്പിൾസായിട്ടും ഒക്കെയാണ് പ്രീവിയസ് ഇയറിലെ ചോദ്യം കണ്ടിട്ടുള്ളത്. ഓക്കെ, അപ്പം ബാക്കി ബിൽഡിംഗ് മെറ്റീരിയൽ അടുത്ത സ്റ്റോണിൻ്റെ അടുത്ത ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ എടുക്കാം. ഓക്കെ,